ഹലോ, ഇന്ന് ഞാനിവിടെ ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അതായത് തേങ്ങാപ്പാലും പശുവും പാലും മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു അടിപൊളി പുഡിങ്ങാണിത്. ഇതിന് ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് പശുവും പാലാണ് ഒഴിക്കുന്നത്. പശുവും പാൽ 1 കപ്പ് ഒഴിച്ചതിന് ശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക കേട്ടോ, മധുരത്തിൻ്റെ കാര്യമൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇത് വെറും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ പശുവും പാലും തേങ്ങാപ്പാലും മിക്സ് ചെയ്തെടുക്കും നമുക്ക് കുറച്ചും കൂടി പണി ഈസിയാണ്. ടേസ്റ്റിനും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ. 1ാം പാലെടുത്ത തേങ്ങയിൽ നിന്ന് തന്നെ ഞാൻ 1/4 ഗ്ലാസ് 2ാം പാലെടുത്ത് അതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഞാൻ 1/4 കപ്പ് തേങ്ങയുടെ 2ാം പാലിൽ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കോൺഫ്ലവർ കട്ടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇവിടെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഇത് കോൺഫ്ലവർ ആഡ് ചെയ്താൽ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ശ്രദ്ധിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട്. ഇത് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും, പക്ഷെ നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം. കോൺഫ്ലവർ ആഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് എത്തും. അതുകൊണ്ടാണ് കൈവിടാണ്ട് ഇളക്കണം എന്ന് പറയുന്നത്, അല്ല അടി പിടിക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ആ ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇവിടെ ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്കാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ പകുതി മാത്രം ഇതിലേക്ക് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ചിട്ടത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങയും കൂടി ഇതിൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് പിസ്തയോ ബദോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ പാലിൻ്റെ മിക്സ് ഇതിൻ്റെ മേലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ഇതിൻ്റെ മേലെ വീണ്ടും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുക 2 ലെയറിലും കൂടി ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഇതിതാ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. 3 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതാ 3 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചതാണിത്. ഇനി നമുക്ക് ഇതും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മെല്ലെ എടുത്തിട്ടൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മളെ പുഡിംഗ് ഉള്ളത്. നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കാൻ മറക്കരുത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. പെട്ടെന്നുള്ള പാർട്ടികളിലെല്ലാം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.